കഴിഞ്ഞ അവസാനത്തെ ആയത്ത് ഒന്നും കൂടി ഓതിയെടുക്കണം. 31-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ فتخطفه الطير أو تهوي به الريح في مكان سحيق. കഴിഞ്ഞ ആഴ്ച അത് ഓതി അയക്കാൻ പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ മാത്രമാണ്, സക്കീർ സാഹിബ് മാത്രമാണ് ഓതി അയച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർ മറന്നതാണോ അതല്ല ഞാൻ പറഞ്ഞത് ശരിയാവാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും വന്നിട്ടില്ല. അതെല്ലാവരും ഒന്ന് ഓതി അയച്ചാൽ നമ്മളെ ക്ലാസ്സിൻ്റെ സിസ്റ്റത്തിൽ സൗകര്യമായിരിക്കും. ആളുകൾക്ക് തിരുത്താൻ നല്ല സൗകര്യമാണെന്നുള്ള എഴുപത്തിൽ എല്ലാവരും ഒന്നുകൂടി ഓദിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു الطير أو تهوي به الريح في مكان سحيق. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഹനീഫുമാരായി, ഹുനഫാഅ ലില്ലാഹി അല്ലാഹുവിനെ നിഷ്കളങ്കമായി ആരാധിക്കുന്ന ആളുകളായി മാറുക. ഗൈറ മുശ്രികീന ബിഹി ശിർക്ക് ചെയ്യാത്തവരായി നമ്മൾ മാറുക. വമൻ യുശ്രിക് ബില്ലാഹ് ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫകഅന്നമാ ഖറ മിനസ് സമാ ആകാശത്തുനിന്ന് താഴേക്ക് വീണവനെ പോലെ. ഫതഖ്തഫുഹു الطير അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കും. ഔ തഹ്വീ ബിഹി റീഹ് അല്ലെങ്കിൽ കാറ്റ് അവനെ കൊണ്ടുപോയി വീണ് പതിപ്പിക്കും. ഫി മക്കാനിൻ സഹീഖ് വിദൂരമായ ഏതെങ്കിലും സ്ഥലത്ത്, വീഴാൻ ഉദ്ദേശിച്ച സ്ഥലത്താവില്ല വീഴ. മക്കാനിൻ സഹീഖ് വിദൂരമായ സ്ഥലത്ത് അവൻ ചെന്ന് വീണ് പതിച്ച് നശിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആകാശത്തുനിന്ന് വീണവനെ പോലെ ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും വരാൻ പോകുന്നില്ല. പല അപകടങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നാണ് സൂചിപ്പിച്ചത്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു തആല ഹജ്ജുമായും അതിൻ്റെ ബലികർമ്മങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് തന്നെ വീണ്ടും പറയാണ്. ذلك ومن يعظم شعائر الله. ഒരിക്കലും ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. ثم محلها إلى البيت العتيق. ذلك ألا ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. لكم فيها منافع. അതിനാണ് മനാഫിഉ എന്ന് പറയുന്നത്. മനാഫിഉ
ഇലാ അജലിൻ മുസമ്മ. ഇലാ നീട്ടാണ്ടാവും, തൊട്ടടുത്ത അക്ഷരം അലിഫല്ലേ. ഇലാ അജലിൻ മുസമ്മ. അജലിൻ മുസമ്മ എന്ന് പറയില്ല, തൻവീന് ശേഷം മീമ് വന്നാൽ അജലിൻ മുസമ്മ സുമ്മ മഹില്ലുഹാ. മഹില്ലു, മഹല്ല് അല്ല മഹില്ലു. മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. ഒതുക്കൊന്നുകൂടി. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ثم محلها إلى البيت العتيق. ذلك അത്, അല്ലെങ്കിൽ അതാണ് കാര്യം, അതാണ് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് വിഷയം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതാണ്. വമൻ യുഅദ്ദിം, ആരെങ്കിലും ബഹുമാനിക്കുന്നവരായാൽ, ആരെങ്കിലും ബഹുമാനിക്കുന്നവരായാൽ. യുഅദ്ദിം, അളീം മഹത്വവൽക്കരിക്കുക. യുഅദ്ദിം, ആരെങ്കിലും ബഹുമാനിക്കുന്നവരായാൽ. എന്തിനെ? ശആഇറല്ലാഹ്, ഔലിയാക്കന്മാരുടെ ചിഹ്നങ്ങളല്ല, അള്ളാന്റെ ചിഹ്നങ്ങളെ. ശആഇർ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ, എനിക്ക് ശആഇർ എന്ന് പറയാം. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നത്, ഫഇന്നഹാ, തീർച്ചയായും, മിൻ തഖ്വൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങളിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. എന്താണ് ഈ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹാദാ ദാലിക കദാലിക. ഖുർആനിലെ ചില ആയത്തുകളൊക്കെ തുടക്കത്തിൽ കാണുന്ന വാക്കാണത്. ഹാദാ, ഇത്, ദാലിക, അത്, കദാലിക, അത് പ്രകാരമാണ്, അങ്ങനെയാണ് എന്നൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും രണ്ട് വിഷയങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാതിരിക്കുന്ന വിഷയത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ വിഷയം അങ്ങോട്ട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്ത് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, കർമ്മങ്ങളെ ആ കർമ്മങ്ങളായി ബഹുമാനിക്കപ്പെടും. നിസ്കാരം, ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, അതിനോടൊരു ബഹുമാനം. അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള വേഷഭൂഷണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്, അള്ളാഹു പഠിപ്പിച്ച സംസാരം, അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറഞ്ഞ പ്രവൃത്തികൾ, ഇതെല്ലാം തന്നെ അവൻ്റെ മതത്തിൻ്റെ കാര്യമായതുകൊണ്ടും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി ശആഇർ അല്ലാഹി, ശആഇർ അൽ ഇസ്ലാം, അള്ളാഹിൻ്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെതായ കാര്യങ്ങളെ ഒരു ബഹുമാനവും ആദരവും കാണേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട്. എന്നാൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അവാമിരില്ല, അള്ളാഹിൻ്റെ എല്ലാ കൽപ്പനകളെയും മൊത്തത്തിൽ നമ്മൾ ആ ഒരു കൽപ്പനക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. അത് തഖ്വയോടുള്ള അതിൻ്റെ അടയാളമാണ്. ഒരാൾ എൻ്റെ മനസ്സിൽ നല്ല തഖ്വയുണ്ട്, അല്ല താടിയൊന്നും കാണാൻ, അതൊന്നും നോക്കണ്ട, എൻ്റെ മനസ്സിൽ നല്ല തഖ്വയുണ്ട്. തഖ്വ ഉണ്ടെങ്കിൽ അവൻ്റെ പുറത്ത് അടയാളങ്ങൾ കാണിക്കപ്പെടും. ആ അടയാളമാണ് അയാളുടെ വേഷത്തിൽ കാണും, സംസാരത്തിൽ കാണും. തെറി പറയില്ല, കളവ് പറയില്ല, വാഗ്ദാനങ്ങൾ ലംഘിക്കൂല. അതേപോലെ തന്നെ അയാൾ അച്ചടക്കമുള്ളവനായി മാറും, പ്ലാനിങ് ഉള്ളവനായി മാറും, നല്ലൊരു വ്യക്തിത്വമുള്ളവനായി മാറും. അതുപോലെ തന്നെ അയാളുടെ നമസ്കാരത്തിൻ്റെ കൃത്യനിഷ്ഠതയും സമയബന്ധിതമായുമുള്ള അവൻ്റെ പാലിക്കലുകൾ ഉണ്ടാകും. സക്കാത്ത് കണക്ക് കൂട്ടി കൃത്യമായി അതിൻ്റെ എമൗണ്ട് കണക്കാക്കി പരിശോധിച്ച് അത് കൊടുക്കും. നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയും എന്ത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അവൻ അതിനോടൊരു ബഹുമാനം കാണിക്കും. തഖ്വൽ ഖുലൂബ്, അതവൻ്റെ കൽബിൽ തഖ്വയുള്ളതിൻ്റെ അടയാളം. തഖ്വ കാണിക്കുന്നത് കൽബിലാണ്, പക്ഷേ അത് എവിടെയാ പുറത്ത് വരിക? അതവൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് എനിക്ക് കാണിക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞാൽ കാണും, അത് കാണിക്കേണ്ട ആവശ്യമില്ല, അറിയാതെ പുറത്ത് അവൻ്റെ ജീവിതത്തിൽ വരും. വമിൻ ദാലിക തഅദീമൽ ഹദായ വൽ ബദൻ,
ആ കൂട്ടത്തിൽ ബഹുമാനിക്കേണ്ടുന്നതിൽപ്പെട്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഹജ്ജിൻ്റെയും ഉളുഹിയ്യത്തിൻ്റെയും മൃഗങ്ങളെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു പോത്തിനെ കൊണ്ടുവന്ന് അറക്കണ പോലെയല്ല ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞ, അഖീഖ എന്ന് പറഞ്ഞ. അതിനെന്താണ് നിബന്ധന? അതിന് ചില നിബന്ധന ഉണ്ട്, ചില ബഹുമാനങ്ങളുണ്ട്, തഅദീമുകളുണ്ട്. ഇസ്തിസ്മാനിഹ, നല്ല തടിച്ചു കൊഴുത്ത മൃഗങ്ങളാകണം. ഇസ്തിഹ്സാനിഹ, നല്ല നോക്കണം, നല്ല വെള്ളം കൊടുത്ത് നല്ല ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാകണം. അങ്ങനെയാണെങ്കിൽ വൽ ഇസ്തിഅദാമി, അതിനോടുള്ള ഒരു ആദരവ് സൂക്ഷിക്കണം. അതിനെ പിടിച്ച് തല്ലുക, മുറിച്ചിടുക, വെറുതെ നിന്ന് അതിനെ അളക്കി വെക്കുക, അതിനെ ശല്യപ്പെടുത്തുക, അങ്ങനൊന്നുമില്ലാതെ നല്ല ബഹുമാനം അതിനോട് കാണിക്കേണ്ടത്, അതെല്ലാം ഈ ഭാഗത്ത് പെടുന്നതാണ് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് പറയാണ്, ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നതിന് ബലിമൃഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ആദ്യം നബി അങ്ങോട്ട് മാതൃക പഠിപ്പിച്ചു തരാം. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഹാ ബികബ്ശൈനി അംലഹൈനി അഖ്റനൈനി. നബി ഉദ്ഹിയ്യത്ത് നിർബന്ധമാക്കിയപ്പോൾ 2 ആടുകളെ നബി തങ്ങൾ സ്വന്തമായി അറുത്തു. അത്ര വലിയ റിച്ച് മാനൊന്നല്ലല്ലോ, 2 ആടിനെ കിട്ടില്ലേ? നബി തങ്ങളുടെ ചരിത്രം വായിച്ചിട്ടില്ലേ? പട്ടിണി കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ട് പുറത്തിറങ്ങി നടന്നിട്ടില്ലേ? മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വന്തം വീട്ടിൽ കത്തിക്കാൻ വിളക്കിൽ എണ്ണല്ലാഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം മേടിച്ച് ചരിത്രം വായിച്ചിട്ടില്ല. ആ നബി 2 ആടിനെ അറുത്ത് ഉളുഹിയ്യത്ത് നടത്തി. നമ്മുടെ നാട്ടിൽ ധാരണ എന്താ? അതൊക്കെ വലിയ വലിയ മുതലാളിമാർക്കുള്ളതാണ്. നമ്മൾ പുറത്തെങ്ങനെ ഇറങ്ങി സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയും, നമ്മളെ പള്ളിയിലൊക്കെ ഫുള്ള് മുതലാളിമാരല്ലേ. ആരാണേ മുതലാളിമാർ? ഒരു ഉളുഹിയ്യത്ത് ഇറക്കാൻ അത്ര വലിയ ഒരു നിബന്ധന ഒന്നും പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്നവരൊക്കെ ഇതിൽ പെടാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എങ്ങനത്തെ 2 എണ്ണത്തിന്? അംലഹൈൻ, നല്ല ഇറച്ചിയുള്ള, നല്ല മാംസമുള്ള. അഖ്റനൈൻ, നല്ല കൊമ്പൊക്കെ എടുപ്പൊക്കെ കാണിക്കുന്ന നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള മൃഗത്തെ പിടിച്ച് അറുത്തു. മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലിമൃഗം എന്ന് ഹജ്ജിന്, ഉളുഹിയ്യത്തിന്, അഖീഖക്കൊക്കെ വരുന്ന പരാമർശത്തിൽ ചില മൃഗങ്ങളെ അറവ് നടത്താൻ പാടില്ല. 4 വിഭാഗം മൃഗങ്ങൾ ലാ തജൂസു ഫിൽ ഉളാഹി, ഉളുഹിയ്യത്ത് ഇറക്കാൻ പറ്റൂല. മൃഗത്തിനെ നോക്കാൻ പോണ ആൾക്കാരെ മനസ്സിലുണ്ടാവേണ്ട വാക്കാണത്. അൽ ഔറാഉൽ ബയ്യിനു ഔറുഹ, വ്യക്തമായി ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വൈകല്യങ്ങളും പോരായ്മകളും കൊച്ചി നടക്കുന്നതൊക്കെ കാണാനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വില പറയാൻ പോകേണ്ട ആവശ്യമില്ല. വൽ മരീദത്തുൽ ബയ്യിനു മർളഹ, രോഗം, എന്തോ ഒരു രോഗമുണ്ട്, അതിൻ്റെ പിൻദ്വാരത്തിലൂടെ എന്തൊക്കെയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെവിന്ന് എന്തൊക്കെയോ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണൊക്കെ എന്തോ നിറം മാറിയിട്ടുണ്ട്, വ്യക്തമായി കാണുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് മേടിച്ച് ഉളുഹിയ്യത്ത് ഇറക്കാൻ പാടില്ല. വൽ അർജാഉൽ ബയ്യിനു ദൽഉഹ, ഒരു മുടന്ത് ബാധിച്ചതായി ബോധ്യപ്പെട്ടാൽ അതിനെ എടുക്കാൻ പാടില്ല. 3-മത്തേത് വൽ കസീറത്തില്ലതി ലാ തുൻഖി, ശോഷിച്ച അവസ്ഥയിൽ ആകെ മരിക്കാനായി ചാവാനായി ഇനിയൊരു രക്ഷയില്ലാതെ നിൽക്കുന്ന മൃഗങ്ങളെ പിടിച്ച് അറിവ് നടത്തരുത്. ഷാഫി മദ്ഹബിലെ കിതാബൊക്കെ വായിച്ചാൽ അത് ഈ 4 വേറെ വിശദീകരിച്ചിട്ടുണ്ട്. ചെവി മുറിഞ്ഞത്, കണ്ണ് നഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ കൊമ്പ് ഒടിഞ്ഞത്, മക്സൂറത്തുൽ ഖർന. ലാ തസാലു തുഷി ഖൽഫൽ ഗനമി, ആടുകൾ ഇങ്ങനെ കൂട്ടം കുത്തി കൊണ്ടുപോകുമ്പോൾ ഒരാട് മാത്രം മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എത്തുന്നില്ല. സാധാരണ ചാടിക്കളിച്ച് എല്ലാം കൂടി ഓടിപ്പോകുമല്ലോ. കൂട്ടം കൂടി പോണ കൂട്ടത്തിൽ ഒരാട് ഇവരെ കൂടെ ഓടി എത്താത്തവനാണെങ്കിൽ അതിനെ പിടിക്കാൻ പാടില്ല, അതിനെ ഉളുഹിയ്യത്തിന് കൊണ്ടുപോകാൻ പാടില്ല. വൽ കസ്റാ അർജാ, ചുരുക്കി ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഫഹാദിഹിൽ ഉയൂബ് കുല്ലുഹാ മാനിഅത്തും മിനൽ ഇജ്സാഇ, പ്രതിഫലം കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഉളുഹിയ്യത്തിന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളെ ഒന്ന് പിടിച്ചറിയരുത്. അതാണ് അതിനോട് ബഹുമാനം എന്ന് പറഞ്ഞത്. പിന്നെ അറവ് മൃഗത്തിനിപ്പോൾ നമ്മളെ നാട്ടിൽ എന്താ ചെയ്തെച്ചാൽ വേഗം പൈസ കൊടുക്കുക, പിന്നെ ഉളുഹിയ്യത്ത് ഇറക്കണമെന്ന് ബക്കറ്റ് കൊടുത്ത് വരിക, ഷെയറിന് വരിക. അത് കൊടുത്ത പൈസക്കുള്ള ബഹുമാനമുള്ളൂ. ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിനോട് ബഹുമാനമുള്ളൂ. അതുണ്ടെങ്കിൽ അയാളിത് നോക്കും, വെള്ളം കൊടുക്കും, കയറെടുത്ത് കെട്ടും, എന്താ വേണ്ടെങ്കിൽ അയാളത് ചെയ്യും. ഷെയർ കൂടുന്നവരോടൊക്കെ പറയണം,
പൈസ മാത്രം കാര്യമല്ല, മാൻ പവർ ആവശ്യമാണ്. നിങ്ങളൊന്ന് വരണം, നിങ്ങൾ നോക്കണം, നിങ്ങൾ വെള്ളം കൊടുക്കണം. അങ്ങനെ നമുക്കൊരു ഫീലിംഗ് കൂടി ആവശ്യമാണെന്ന് അർത്ഥം. ശരി, ഞാൻ എത്തുന്ന നോക്കി. ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അത് ഖൽബിൽ തഖ്വയുള്ളതിൻ്റെ അടയാളമാണ്. അടുത്ത ആയത്ത്, വലക്കും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ ثم محلها إلى البيت العتيق. ലക്കും ഫീഹ, അവയിൽ നിങ്ങൾക്കുണ്ട്. ലക ഫീഹ എന്ന് പറഞ്ഞാൽ നിനക്കുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്തിനാ? ഇപ്പം നമ്മൾ ഒരാളെ കണ്ടത് അയാളുടെ അസ്സലാമു അലൈക്ക എന്നല്ല പറയാം, അസ്സലാമു അലൈക്കും എന്നാണ്. സാധാരണ അക്കും എന്ന് പറഞ്ഞത് ബഹുമാനിക്കപ്പെടുന്നതാണ്. നിങ്ങൾക്ക് എന്നാണ്, നിനക്ക് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്കാണ് അസ്സലാമു അലൈക്കും. പിന്നെ അത് എല്ലാം കോമൺ ആക്കി മാറ്റി. ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും രണ്ടിൽ കൂടുതൽ 2000 ആളുണ്ടെങ്കിലും ആ വാക്ക് മതി. ആ തഹിയ്യത്ത് പഠിപ്പിച്ചത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ, അത് നബി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല എന്നർത്ഥം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും പല കാര്യങ്ങളും അവിടുന്ന് പഠിപ്പിക്കുക. നബി എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്, അപ്പം നബിക്ക് സ്വലാത്തിൻ്റെ വഹി കിട്ടുകയാണ്, അവർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസന്റെ നമസ്കാരം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാബ് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും സലാം വീട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ മയ്യത്ത് നമസ്കാരത്തിൽ ഒരാൾ നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കല്ലേ, 4 തക്ബീറല്ലേ ഉള്ളൂ. അപ്പോൾ സഹാബത്തിന് സംശയം തോന്നി, നബി എങ്ങനെ സലാം വീട്ടുക, കൈഫ തസ്ലീം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ സലാം വീട്ടണ പോലെ സലാം വീട്ടുക. അപ്പോൾ അതിൽ നിന്ന് 2 തെളിവ് വന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നമസ്കാരത്തിൽ സലാം വീട്ടുന്ന പോലെ സലാം വീട്ടിയാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞു, നമസ്കാരത്തിൽ സലാം വീട്ടുന്ന രൂപത്തിൽ വീട്ടുക, അഥവാ മുഖം തിരിക്കൽ തന്നെയാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നത് മതി, വലതുഭാഗത്തേക്കും മാത്രം തസ്ലീമ മതി എന്ന ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ വേറെയുണ്ട്. അപ്പൊ രണ്ടും പ്രയാസമല്ല, രണ്ടും പ്രശ്നമല്ല, രണ്ടിനും ഒരേ തെളിവുകളാണ് നിയുക്തമാക്കുന്നത്. ഹറമിലൊക്കെ ചെന്നാൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു സലാമേ ഉണ്ടാവുള്ളൂ. അത് ഈ ഇതേ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അത് മതി. അത് കുറ്റമൊന്നുമല്ല, അത് സലാം വെട്ടിച്ചുരുക്കിയതൊന്നുമല്ല, അതങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ചില കാര്യങ്ങൾ നബിതങ്ങൾ ചില സന്ദർഭങ്ങളിൽ മാത്രം അപൂർവമായി മാത്രം ചെയ്യാറുണ്ട്. അപ്പോൾ ആ കാര്യം അങ്ങനെയും സുന്നത്തുണ്ട്. ഉദാഹരണത്തിന് ജുമുഅ നമസ്കരിച്ചു കൊണ്ടിരിക്കെ അതിൽ സാധാരണ ജുമുഅയും മുനാഫിഖൂൻ ഓതും, അല്ലെങ്കിൽ ഹല്ലത്ത ഖദീസുൽ ഖാശി സബ്ബിസ്മി ഓതും, ചിലപ്പോൾ ഏതെങ്കിലും വേറെ സൂറത്ത് ഓതും. അപ്പോൾ പണ്ഡിതന്മാർ പറയും ഈ 3 രൂപവും എടുക്കലാണ് നല്ലത്. അപ്പോൾ എല്ലാ സുന്നത്തും അയാൾ നടപ്പിലാക്കി. സാധാരണഗതിയിൽ നമ്മൾ ളുഹറും അസറും അല്ലെങ്കിൽ ഈശ പോലെയുള്ള 2 കൂടുതലുള്ള നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്തിൽ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ സൂറത്ത് ഓതലുണ്ടോ? ഓതലില്ല. എന്നാൽ ഹദീസിലുണ്ട് ചിലപ്പോൾ, ഈ ഹദീസ് പഠിക്കണുണ്ടോ, റുബ്ബമ, ചിലപ്പോൾ, ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ സൂറത്ത് ഓതിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ ഓതിയാൽ ഒന്നുമില്ല, അവൻ ആ സുന്നത്ത് ചെയ്തേ ഉള്ളൂ. ഇപ്പോഴും അത് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് പോരുന്ന സമയത്ത് കൈകൾ ചുരുട്ടി പിടിച്ചതായും ചിലപ്പോൾ കൈകൾ സാധാരണ പോലെ കുത്തിയതായും ഹദീസുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം രണ്ടിനും ഹദീസുണ്ട്, തെളിവുണ്ട്. നമ്മൾ ചെയ്യുന്നതിനൊക്കെ പാട് തെളിവുണ്ടാക്കല്ല, നമ്മൾ ചെയ്യുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് നബി ചിലപ്പോൾ മാത്രം ചെയ്തിരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നിഷേധിക്കാൻ പാടില്ല, അങ്ങനൊന്നും പാടില്ല എന്ന് പറയാൻ പാടില്ല. ഇവിടെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ട വാക്കാണ് ഈ നിലക്ക് ഒരാളുടെ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അവരുടെ അള്ളാഹിൻ്റെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആദരവ് സൂക്ഷിക്കുക, തഖ്വ സൂക്ഷിക്കുക. തഖ്വ എന്ന് പറയുന്നത്
അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടാവേണ്ടതാണ്. അത് ഉള്ളവന് അവൻ്റെ മുമ്പിൽ കാണുന്ന ബലിമൃഗത്തിനെ ബഹുമാനിക്കാനും ആദരിക്കാനും കഴിയും. എന്നിട്ട് പറയാണ് ലക്കും ഫീഹ മനാഫിഉ, ലക്കും ഫീഹ നിങ്ങൾക്കതിലുണ്ട്, മനാഫിഉ പ്രയോജനമുണ്ട്, ഇലാ അജലിൻ മുസമ്മ ഒരു നിശ്ചിത അവധി വരേക്കും. 2 മാസം മുമ്പ് മൃഗത്തിനെ മേടിച്ചു. തഫ്സീറിൽ പറയുന്നത് ഞാൻ വായിക്കണില്ല. 2 മാസം മുമ്പ് മൃഗത്തിനെ മേടിച്ചു. നല്ല പാലുണ്ട്. ആ പാല് ഉപയോഗിക്കാൻ പാടുണ്ടോ? എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ലേ? ഉപയോഗിക്കാൻ പറ്റുമോ? ബലിമൃഗാണ്, ഉപയോഗിക്കാം. ലക്കും ഫീഹ മനഫി ആയത്ത പറഞ്ഞു. ഈ ആയത്ത പറഞ്ഞു. സാധാരണഗതിയിൽ നമ്മളൊരു മൃഗത്തെ മേടിച്ചു. ആ മൃഗം അയാൾ ഇപ്പം നമ്മളെ മാതിരിയല്ലോ, നമ്മളൊക്കെ കാറും മോട്ടോർസൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അറബികൾ എന്താ വാഹനം? ഒട്ടകം, കുതിര ഒക്കെ. അങ്ങനെ ഒട്ടകത്തിനെ മേടിച്ചു. ഈ ഒട്ടകത്തിന് മേലാണ് ഇയാൾ എന്ന് യാത്ര പോയിരുന്നത്. പക്ഷെ ഇയാൾ ഉദ്ഹിയത്തിന് ഇതിനെ നേർച്ചാക്കി. ഇനി അത് വാഹനമായി ഉപയോഗിക്കാൻ പാടുമോ എന്ന് ചോദിച്ചു. ലക്കും ഫീഹ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരേക്കും നിങ്ങൾക്കതിൻ്റെ പ്രയോജനം എടുക്കാം. ഉദ്ഹിയത്ത് വരെ എടുക്കാം. ഉദ്ഹിയത്ത് വരെ അതിനെ കൊണ്ട് ചെയ്യാവുന്ന പ്രയോജനകരമായ കാര്യങ്ങൾ, ഉപദ്രവകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. സുമ്മ പിന്നീട് മഹില്ലുഹ അവയെ അനുവദിക്കപ്പെട്ട സമയം, അനുവദിക്കപ്പെട്ട സ്ഥലം, ഇതിനൊക്കെ മഹിൽ എന്ന് പറയാം. അനുവദിക്കപ്പെട്ട ഒരു സ്ഥലം, അതായത് അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളാണെങ്കിൽ മക്കത്ത് ബൈത്തുൽ അതീഖിൻ്റെ അവിടെ വെച്ചിട്ട് കഅബാലയത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലം വരെ അതിനെ കൊണ്ടുപോയി അവിടെ അറവ് നടത്താം. ഇലൽ ബൈത്തുൽ അതീഖ്, പൗരാണികമായ പുരാതനമായ ആ ഭവനത്തിൻ്റെ അടുത്തേക്ക് അവയെ എത്തിച്ച് അവിടെ വെച്ച് അറവ് നടത്തി അതിൻ്റെ മാംസം വിതരണം ചെയ്യണം. പാവപ്പെട്ട ബായിസായ ഫക്കീറായ ആളുകൾക്ക് അതിൻ്റെ ബലിമൃഗത്തിൻ്റെ മാംസം വിതരണം ചെയ്യണം. അതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും ഈ അള്ളാഹുവിൻ്റെ ഈ ഒരു കൽപ്പന, ഈ ഒരു ആയത്ത് മഹില്ലുൽ ഹദി വൻതിഹാഉ ഇലൽ ബൈത്തിൽ അതീഖ്, പൗരാണിക ഭവനമായ അള്ളാഹുവിൻ്റെ കഅബാലയത്തിൻ്റെ പരിസരത്ത് വെച്ച് അറവ് നടത്താൻ പറയാം. അത് കഅബയാണ്. എന്നിട്ട് ആ ബൈത്തുൽ അതീഖിൻ്റെ അടുത്ത് വെച്ച് സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തുൽ അതീഖ്, അതുവരെ നിങ്ങൾ എവിടെയോ മേഞ്ഞ് നടന്ന് എവിടെ നിന്നൊക്കെ വെള്ളം കൊടുത്തൊന്നും പ്രശ്നമല്ല. പക്ഷേ നിശ്ചയിക്കപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് അറവ് നടത്തണം. അപ്പോൾ ഉദ്ഹിയത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിന് ദുൽഹിജ്ജ 10, 11, 12, 13 അതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഉദ്ഹിയത്താവുള്ളൂ. ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഫിത്ർ സക്കാത്തിനൊരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാ സമയം? ഫിത്ർ സക്കാത്ത് കൊടുത്ത് വീട്ടേണ്ട അവസാനത്തെ സമയം ഏതാ? നിസ്കാരത്തിന് ജനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് എന്നാണ്. പോണ വജ്ജിൽ കൊണ്ടുപോയി കൈ കൊടുത്താൽ പോലും സ്വഹീഹ് ആവൂല എന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്, അപ്പോൾ കൊണ്ടുപോയി അരി കൊടുത്താൽ സ്വഹീഹ് ആവൂല എന്ന് പറഞ്ഞു. ജനങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അവർ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് പാലിക്കപ്പെടേണ്ടത്. സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ആ സ്ഥലത്തെ അയാളെ കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ നിലക്ക് അല്ലാഹു തആല ബഹുമാനിച്ചതും ആദരിച്ചതും കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ കർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ പഠിച്ചും പകർത്തിയും ജീവിക്കേണ്ടവനാണ് വിശ്വാസി. ഒരു മതവുമില്ല, ഒരു ചടങ്ങുമില്ല, ഒരു ദീനുമില്ലാതെ മതങ്ങളെയും മതചിഹ്നങ്ങളെയും പരിഹസിച്ചും നിഷേധിച്ചും ധിക്കരിച്ചും പുച്ഛിച്ചുമൊക്കെ നടന്ന് അങ്ങനെ പേരുകൊണ്ടും കുടുംബം കൊണ്ടും മുസ്ലിമായി അവസാനം മരിക്കാൻ സമയത്ത് ഈമാനികമായ അംശം പോലും പാലിക്കാത്ത അവസ്ഥയിലേക്ക് ദയനീയമായി നമ്മുടെ പുതിയ തലമുറ മാറുന്നു എന്നത് സങ്കടകരമാണ്. ഒരു ഇലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത് അവസാനം അതിൽ തെരഞ്ഞെടുത്തവരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവിൽ ഒരാളുടെ പേരെഴുതി വെച്ചു. പേരെഴുതി വെച്ച് എല്ലാം കഴിഞ്ഞ് ആ സദസ്സെന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അയാൾ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് എൻ്റെ പേര് എഴുതിയത്? എന്താ നമ്മൾ ഇന്നാളെ മോനല്ലേ, അപ്പം നമ്മൾ കാണേക്കണ്ടല്ലോ, ഞാൻ
ഒരു സൃഷ്ടാവുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ ആരാധിക്കണ അതേ പടച്ചോനാണോ സൃഷ്ടാവ് എന്ന് എന്താ അത്ര ഉറപ്പ്? ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്വന്തം ആളാണെന്ന് വിചാരിക്കുന്നവരുടെ അകത്ത് പോലും നിരീശ്വരവാദവും യുക്തിവാദവും കടന്നു കയറിയ ഒരു കാലത്ത് കുടുംബവും നമ്മുടെ ദീനും മക്കളൊന്നും ശ്രദ്ധിക്കാതെ കയറൂരി വിട്ടാൽ അവർ കേൾക്കുന്നത് മുഴുവൻ ഇത്തരത്തിൽ ദീനിനെതിരായ സാധനം കേട്ടു. മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് നമ്മുടെ കുടുംബത്തെ ഇതിലേക്ക് ആശയത്തിൻ്റെ ഈ തീരത്തേക്ക് എത്താതെ പോയാൽ മഹാനഷ്ടക്കാരായി നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പങ്ക് വഹിച്ചവർ നരകത്തിൻ്റെ വിറകായി മാറുന്നതിൻ്റെ പേടി നമുക്ക് വേണം. അള്ളാഹു എല്ലാവിധ നാശങ്ങളിൽ നിന്ന്, കെടുതികളിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളിലും കുറേ കാലം ആഫിയത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പടത്തറബ് നൽകുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾ, ക്ലാസ്സിനൊക്കെ വരുന്ന പലരും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. കുടുംബത്തിൽ മരണം സംഭവിച്ച പലരുമുണ്ട്. അവർക്ക് അള്ളാഹു മയ്യത്തുകൾക്ക്, ജനാസകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.